ഹലോ ഫ്രണ്ട്സ്, RRB ALP ടെക്നീഷ്യൻ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബയോളജിയിലെ വളരെ പ്രധാനപ്പെട്ട പക്ഷെ പലർക്കും കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ശരീരത്തിലെ വിസർജന വ്യവസ്ഥ, അതായത് എക്സ്ക്രീറ്ററി സിസ്റ്റം. ഈ ടോപ്പിക് നമുക്കൊരു കഥ പോലെ ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ട് ഏറ്റവും സിമ്പിളായി പഠിക്കാം. ഈ ക്ലാസ് കഴിയുമ്പോൾ കിഡ്നിയെപ്പറ്റി എക്സാമിന് വരാൻ സാധ്യതയുള്ള ഏത് ചോദ്യത്തിനും നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസോടെ ഉത്തരം എഴുതാൻ പറ്റും. അപ്പൊ റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. നമ്മുടെ വീട്ടിലെ എല്ലാ ദിവസവും വേസ്റ്റ് ഉണ്ടാവാറില്ലേ? നമ്മൾ എന്താ ചെയ്യാ? അതൊക്കെ കറക്റ്റായിട്ട് ഒരു വേസ്റ്റ് ബാഗിലാക്കി പുറത്തു കളയും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനുള്ളിലെ കോടിക്കണക്കിന് കോശങ്ങൾ പ്രവർത്തിക്കുമ്പോഴും ഒരുപാട് മാലിന്യങ്ങളുണ്ടാവുന്നുണ്ട്. ഈ മാലിന്യങ്ങളെ, ഈ ട്രാഷിനെ എങ്ങനെയാണ് ശരീരം പുറന്തള്ളുന്നത്? അതിന് നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ ഭയങ്കര അഡ്വാൻസ്ഡായ ഒരു സിസ്റ്റമുണ്ട്. ആ അത്ഭുതകരമായ പ്രോസസ്സിന്റെ കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ഈ അത്ഭുതകരമായ സിസ്റ്റത്തെക്കുറിച്ച് പഠിച്ചു തുടങ്ങുന്നതിനു മുൻപ് ഒരു ചെറിയ കാര്യം. നിങ്ങൾ ശരിക്കും ഈ റെയിൽവേ പരീക്ഷ പാസ്സായി ഒരു ജോലി നേടണമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സിലബസിലെ ഓരോ ടോപ്പിക്കും ഇതുപോലെ ക്ലിയറായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. കാരണം ഓരോ വിഷയവും നമ്മളിവിടെ ബേസിക്സ് മുതൽ കവർ ചെയ്യുന്നതായിരിക്കും. ഈ കിഡ്നിയുടെ പ്രവർത്തനം പോലെയുള്ള കോംപ്ലക്സ് ആയ കാര്യങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാൻ നമ്മളൊരു കിടിലൻ പുതിയ AI പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് നല്ല ക്ലിയറായ വിഷ്വൽസ് തരും. അപ്പോൾ വെറുതെ കേട്ടുപഠിക്കാതെ രക്തം എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്യുന്നത്, ഓരോ ഭാഗവും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ടു മനസ്സിലാക്കാം. ഇത് കാര്യങ്ങൾ ഓർത്തുവെക്കാൻ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ശരി, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാ കവർ ചെയ്യാൻ പോണതെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ആദ്യം നമ്മൾ നമ്മുടെ ബോഡിയിലെ അൾട്ടിമേറ്റ് ഫിൽട്ടറിനെ പറ്റി പറയും. പിന്നെ എക്സ്ക്രീറ്ററി സിസ്റ്റമിലെ പ്രധാന അവയവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കും. അതിനുശേഷം കിഡ്നിയുടെ ഹൃദയം എന്ന് പറയാവുന്ന നെഫ്രോണിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കും. യൂറിൻ ഉണ്ടാകുന്നതിന്റെ 3 സ്റ്റെപ്പുകൾ, കിഡ്നി ഫെയിലിയർ ആകുമ്പോൾ ഉപയോഗിക്കുന്ന ഡയാലിസിസ്, അവസാനം എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് പ്രാക്ടീസ് ചോദ്യങ്ങളും നമ്മൾ ചെയ്യും. അപ്പോൾ എല്ലാവരും ഫുൾ എനർജിയിലിരിക്കുക. നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമുക്കൊരു യാത്ര തുടങ്ങിയാലോ? നമ്മുടെ ഈ കഥയിലെ നായകൻ ശരീരത്തിന് ഒട്ടും വേണ്ടാത്തൊരു വേസ്റ്റ് പ്രോഡക്റ്റാണ്. അവനൊരു വില്ലനാണ്. അവന്റെ പേരാണ് യൂറിയ. പ്രോട്ടീൻ നമ്മുടെ ശരീരം ഉപയോഗിക്കുമുണ്ടാകുന്ന ഒരു വിഷവസ്തുവാണിത്. ഈ യൂറിയ മോളിക്യൂള് ഇപ്പൊ ബ്ലഡിൽ കലർന്നിട്ടുണ്ട്. അവിടെ നിന്ന് അവൻ എങ്ങനെ പുറത്താക്കും? ആ യൂറിയയുടെ യാത്രയാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പോ എന്താണ് ഈ എക്സ്ക്രീഷൻ അല്ലെങ്കിൽ വിസർജനം? സിമ്പിളായി പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ കാരണമുണ്ടാകുന്ന നൈട്രജൻ അടങ്ങിയ വേസ്റ്റിനെ പുറന്തള്ളുന്ന പ്രോസസ്സാണിത്. പലതരം വേസ്റ്റ് ഉണ്ടെങ്കിലും മനുഷ്യരിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അപകടകാരിയുമായ വേസ്റ്റാണ് യൂറിയ. ഓർപ്പുവെച്ചോണം, ഇതാണ് നമ്മുടെ കഥയിലെ ടോക്സിൻ. എക്സാമിന്റെ ഒരു സ്ഥിരം ചോദ്യമാണ്, മനുഷ്യരിലെ പ്രധാനപ്പെട്ട നൈട്രോജിനസ് വേസ്റ്റ് ഏതാണ്? ഉത്തരം യൂറിയ. അപ്പൊ നമ്മുടെ യൂറിയ മോളിക്യൂൾ അവനിപ്പോ ബ്ലഡിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കാണ്. അവനെ പുറത്താക്കാനുള്ള വഴി കണ്ടുപിടിക്കണം. അതിനായി അവനൊരു സൂപ്പർ ഹൈവേയിലേക്ക് കയറാൻ പോവാണ്. ആ ഹൈവേ ആണ് നമ്മുടെ വിസർജന വ്യവസ്ഥ, അതായത് എക്സ്ക്രീറ്ററി സിസ്റ്റം. അതിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ആ സിസ്റ്റം. കണ്ടില്ലേ? ഒരു ഫിൽട്രേഷൻ പ്ലാന്റും അതിലെ പൈപ്പുകളും പോലെയുണ്ട്. ഇതിൽ മെയിനായിട്ട് 4 ഭാഗങ്ങളുണ്ട്. നമ്മുടെ നട്ടെല്ലിന്റെ 2 സൈഡിലുമായി കാണുന്ന പയർമണിയുടെ ഷേപ്പിലുള്ള 2 കിഡ്നികൾ, കിഡ്നീസ്. ഇതാണ് നമ്മുടെ ഫിൽട്രേഷൻ പ്ലാന്റ്. ഓരോ കിഡ്നിയിൽ നിന്നും താഴോട്ട് വരുന്ന ഓരോ പൈപ്പുകൾ, യുറേറ്ററുകൾ. യൂറിൻ താൽക്കാലികമായി സ്റ്റോർ ചെയ്യുന്ന ഒരു ബാഗ്, യൂറിനറി ബ്ലാഡർ. അവസാനം യൂറിൻ പുറത്തേക്ക് പോകുന്ന ട്യൂബ്, യുറിത്ര. ഒരു രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വലതുഭാഗത്ത് ലിവർ ഉള്ളതുകൊണ്ട് വലത്തെ കിഡ്നി ഇടത്തേതിനേക്കാൾ കുറച്ചൊന്ന് താഴെയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ യൂറിയ അടങ്ങിയ യൂറിൻ പോകുന്ന വഴിയുടെ ഓർഡർ പരീക്ഷയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് വളരെ സിമ്പിളാണ്. ആദ്യം കിഡ്നികൾ ബ്ലഡ് ഫിൽട്ടർ ചെയ്ത് യൂറിൻ ഉണ്ടാക്കുന്നു. ആ യൂറിൻ യുറീറ്ററുകൾ എന്ന പൈപ്പ് വഴി താഴെ വന്ന് ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യുന്നു. ബ്ലാഡർ കുറച്ചൊന്ന് നിറഞ്ഞു കഴിയുമ്പോൾ യുറിത്ര വഴി പുറത്തേക്ക് പോകുന്നു. ഈ ഓർഡർ ഓർത്തുവെക്കുക: കിഡ്നീസ്, യുറീറ്റേഴ്സ്, ബ്ലാഡർ, യുറീത്ര. QUBU എന്ന് ഓർത്താ മതി. ഇപ്പോൾ നമ്മൾ ഈ സിസ്റ്റത്തിന്റെ പുറമെയുള്ള രൂപം കണ്ടു അല്ലേ? ഇനി നമുക്ക് കിഡ്നിക്കുള്ളിലെ ആ ശരിക്കുള്ള പ്യൂരിഫിക്കേഷൻ പ്ലാന്റിലേക്ക്, ആ ഫിൽട്രേഷൻ പ്ലാന്റിന്റെ ഹൃദയത്തിലേക്കൊന്ന് പോയി നോക്കിയാലോ? രക്തം ക്ലീൻ ചെയ്യുന്ന ലക്ഷക്കണക്കിന് കുഞ്ഞൻ അരിപ്പകളെ, അതായത് നെഫ്രോണുകളെ നമുക്ക് പരിചയപ്പെടാം. ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഒരു നെഫ്രോൺ.
ഒറ്റയടിക്ക് കാണുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് തോന്നൂല്ലേ? പക്ഷേ പേടിക്കണ്ട, ഇതിന്റെ പ്രവർത്തനം വളരെ സിമ്പിളാണ്. കിഡ്നിക്കുള്ളിൽ ബ്ലഡ് ക്ലീൻ ചെയ്യുന്ന യഥാർത്ഥ പണി ചെയ്യുന്നത് ഈ നെഫ്രോണുകളാണ്. ഇതിന് മെയിനായിട്ട് 2 ഭാഗങ്ങളുണ്ട്. രക്തക്കുഴലുകളുടെ ഒരു കെട്ട്, ഒരു കൂട്ടം, അതാണ് ഗ്ലോമറുലസ്. പിന്നെ അതിനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു കപ്പും അതിൽ നിന്ന് വരുന്ന നീളമുള്ളൊരു ട്യൂബും, അതാണ് ട്യൂബ്യൂൾ. ഇനി കേൾക്കാൻ പോകുന്നത് ഒരു ഞെട്ടിക്കുന്ന കണക്കാണ്. റെഡിയാണോ? നമ്മുടെ ഓരോ കിഡ്നിയിലും എത്ര നെഫ്രോണുകളുണ്ടെന്നറിയാമോ? ഏകദേശം 10 ലക്ഷം, അതായത് 1 മില്യൺ. അത്രയും കുഞ്ഞൻ ഫിൽറ്ററുകൾ 1 സെക്കൻഡ് പോലും റെസ്റ്റ് എടുക്കാതെ നമുക്ക് വേണ്ടി പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, എല്ലാവരും പേനയൊക്കെ താഴെ വെച്ച് ഇവിടെ ശ്രദ്ധിക്കുക. ഇതൊരു എക്സാം അലേർട്ടാണ്. RRB പരീക്ഷകളില് എണ്ണിത്തീർക്കാൻ പറ്റാത്ത അത്രയും തവണ ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമാണിത്. കിഡ്നിയുടെ ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകം ഏതാണ്? അതായത് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ കിഡ്നി. ഉത്തരം ഒന്നേ ഉള്ളൂ, നെഫ്രോൺ. NEPHRON. ഇത് നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറോണുമായി മാറിപ്പോകരുത്. കിഡ്നി നെഫ്രോൺ, ബ്രെയിൻ ന്യൂറോൺ. ഓക്കെ? ഈ നെഫ്രോണിന്റെ ഭാഗങ്ങൾ മനസ്സിലാക്കാന് നമുക്കൊരു ചായ ഉണ്ടാക്കുന്ന കാര്യം ആലോചിക്കാം. ഈ ബോമാൻസ് ക്യാപ്സ്യൂളിലെ അതൊരു ചായ കപ്പാണെന്ന് വിചാരിക്കാം. ഈ കപ്പിന്റെ ഉള്ളിലിരിക്കുന്ന രക്തക്കുഴലുകളുടെ കൂട്ടമാണ് ഗ്ലോമറുലസ്. ഇതാണ് നമ്മുടെ ഹൈ ക്വാളിറ്റി ചായ അരിപ്പ. രക്തമെന്ന ചായ ഇതിലൂടെ ഒഴുകുമ്പോൾ വേസ്റ്റിന് അരിച്ചുമാറ്റുന്ന മെയിൻ ഫിൽറ്റർ ഇതാണ്. അരിച്ചെടുത്ത സാധനം പിന്നീട് ഒഴുകിപ്പോകുന്ന നീളമുള്ള പൈപ്പാണ് ട്യൂബ്യൂളുകൾ. ഇവിടെയാണ് ശരിക്കുള്ള മാജിക് നടക്കുന്നത്. ഇപ്പൊ നമുക്ക് ഏറ്റവും ക്രൂഷ്യലായ ഭാഗത്തേക്ക് കടക്കാം. എങ്ങനെയാണ് ഈ യൂറിൻ ഉണ്ടാകുന്നത്? നമ്മുടെ യൂറിയയെ എങ്ങനെയാണ് പുറത്താക്കുന്നത്? ഇത് ഒരു ഫാക്ടറിയിലെ അസംബ്ലി ലൈൻ പോലെ കൃത്യമായ 3 സ്റ്റെപ്പുകളിലൂടെയാണ് നടക്കുന്നത്. ഓരോ സ്റ്റെപ്പും എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം. യൂറിൻ ഉണ്ടാവുന്നതിന്റെ ആ 3 സ്റ്റെപ്പുകൾ ഇവയാണ്. 1. അൾട്രാഫിൽട്രേഷൻ. 2. സെലക്ടീവ് റീഅബ്സോർപ്ഷൻ. 3. ട്യൂബുലാർ സെക്രീഷൻ. ഈ പേരുകൾ കേട്ട് ആരും പേടിക്കണ്ട. ഓരോന്നും എന്താണെന്ന് നമ്മളിപ്പോൾ സിമ്പിളായിട്ട് പഠിക്കും. ആദ്യത്തെ സ്റ്റെപ്പ് അൾട്രാഫിൽട്രേഷൻ. ഇത് നടക്കുന്നത് എവിടെയാ? നമ്മുടെ ആ ചായ അരിപ്പയില്, അതായത് ഗ്ലോമറുലസില്. നല്ല പ്രഷറില് ബ്ലഡ് ഗ്ലോമറുലസിലേക്ക് വരുമ്പോൾ ഒരരിപ്പയിലൂടെ വെള്ളം ഒഴിക്കുന്ന പോലെ ബ്ലഡ് അരിക്കപ്പെടും. നമ്മൾ ചായ അരിക്കുമ്പോൾ ചായപ്പൊടി അരിപ്പയിൽ തന്നെ നിൽക്കില്ലേ? അതുപോലെ ബ്ലഡിലെ വലിയ ആൾക്കാരായ റെഡ് ബ്ലഡ് സെൽസും പ്രോട്ടീൻസുമൊക്കെ ഗ്ലോമറുലസിൽ തന്നെ നിൽക്കും. പക്ഷേ വെള്ളം, ഗ്ലൂക്കോസ്, ഉപ്പുകൾ, പിന്നെ നമ്മുടെ കഥാനായകനായ യൂറിയ എന്നിവയെല്ലാം അരിക്കപ്പെട്ട് ബോമാൻസ് ക്യാപ്സ്യൂളിലേക്ക് വരും. രണ്ടാമത്തെ സ്റ്റെപ്പ് സെലക്ടീവ് റീഅബ്സോർപ്ഷൻ. ഇപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താ സംഭവിച്ചത്? ഒരു സൂപ്പർമാർക്കറ്റിൽ പോയിട്ട് കണ്ണിൽ കണ്ടതൊക്കെ ട്രോളിയിലോട്ട് വാരിയിടുന്ന പോലൊരു പണിയാ ശരീരം ചെയ്തത്. വേസ്റ്റായ യൂറിയയുടെ കൂടെ ശരീരത്തിന് വേണ്ട ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, ഒരുപാട് വെള്ളം, ഇതൊക്കെ അങ്ങ് അരിച്ചു പുറത്താക്കി. ഇതൊന്നും നഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ശരീരം എന്തു ചെയ്യും? ഈ അരിച്ചെടുത്ത ദ്രാവകം നീളമുള്ള ട്യൂബ്യൂളുകളിലൂടെ പോകുമ്പോൾ അതിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളെ മാത്രം സെലക്ട് ചെയ്ത് ബ്ലഡിലേക്ക് തിരികെ വലിച്ചെടുക്കും. അതുകൊണ്ടാണ് ഇതിനെ സെലക്ടീവ് റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഡയബറ്റീസ് ഉള്ളവരിൽ ബ്ലഡിൽ ഗ്ലൂക്കോസ് ഒരുപാട് കൂടുതലായതുകൊണ്ട് മുഴുവൻ ഗ്ലൂക്കോസിനെയും തിരിച്ചെടുക്കാൻ കിഡ്നിക്ക് പറ്റില്ല. അപ്പോഴാണ് യൂറിനിൽ ഗ്ലൂക്കോസ് കാണുന്നത്. അവസാനത്തെ സ്റ്റെപ്പ് ട്യൂബുലാർ സെക്രീഷൻ. ആവശ്യമുള്ളതിനെയൊക്കെ തിരിച്ചെടുത്തു. എന്നാലും ബ്ലഡ് ഒന്നുകൂടി ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് വേസ്റ്റൊക്കെ ബാക്കിയുണ്ടാകും. അപ്പോൾ ശരീരം എന്തു ചെയ്യും? ആ ബാക്കിയുള്ള വേസ്റ്റിനെയും മരുന്നുകളുടെ അംശങ്ങളെയുമൊക്കെ ബ്ലഡിൽ നിന്ന് നേരെ ട്യൂബ്യൂളുകളിലേക്ക് തള്ളിയിടും. അതായത് അവസാനമായി ബാക്കിയുള്ള ചപ്പുചവറുകൾ കൂടി പെറുക്കി വേസ്റ്റ് ബാഗിലേക്ക് ഇടുന്നതുപോലെ. ഈ 3 സ്റ്റെപ്പും കഴിയുമ്പോൾ ട്യൂബ്യൂളിൽ ബാക്കിയാവുന്ന ദ്രാവകമാണ് യൂറിൻ. നമ്മുടെ യൂറിയയുടെ യാത്ര ഇതോടെ തീർന്നു. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇത്രയും കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ് കഴിഞ്ഞുണ്ടാകുന്ന യൂറിനിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോകും. അതിന്റെ 95% വെറും വെള്ളമാണ്. നമ്മൾ പുറത്താക്കാൻ ഇത്രയും പാടുപെട്ട യൂറിയ ആകെ 2.5% ഉള്ളൂ. ബാക്കി 2.5% യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ പോലുള്ള മറ്റു വേസ്റ്റ് പ്രോഡക്ട്സ് ആണ്. ഇനി പരീക്ഷയ്ക്ക് എപ്പോഴും വരുന്ന കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്തോണേ. യൂറിന് മഞ്ഞ നിറം കൊടുക്കുന്ന പിഗ്മെന്റാണ് യൂറോക്രോം. ഇത് പഴയ റെഡ് ബ്ലഡ് സെൽസ് പൊടിയുമ്പോഴുണ്ടാകുന്നതാണ്. യൂറിനിന്റെ pH സാധാരണയായി 6.0 ആണ്, അതായത് ചെറിയൊരു ആസിഡ് സ്വഭാവം. കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നത് പ്രധാനമായും കാൽഷ്യം ഓക്സലേറ്റ് എന്നൊരു കെമിക്കൽ അടിഞ്ഞുകൂടിയാണ്. ഈ 3ഉം 1 മാർക്ക് ചോദ്യങ്ങളായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇതുവരെ കിഡ്നിയുടെ സൂപ്പർ പവറിനെക്കുറിച്ചാണ് സംസാരിച്ചത്.
പക്ഷേ ഈ ഫിൽറ്റർ ബ്രേക്കായാലോ? ഈ 2 കിഡ്നികളും ഒരുമിച്ച് പണിമുടക്കിയാൽ എന്ത് സംഭവിക്കും? ബ്ലഡിൽ വേസ്റ്റ് അടിഞ്ഞുകൂടി ശരീരം മുഴുവൻ വിഷമയമാകും. അപ്പോഴാണ് നമ്മൾ ഡയാലിസിസ് എന്ന ജീവൻ രക്ഷാ മാർഗത്തെക്കുറിച്ച് കേൾക്കുന്നത്. ഇത് നോക്കൂ, ഒരു ഹെൽത്തി കിഡ്നി ബ്ലഡിൽ നിന്ന് യൂറിയ പോലുള്ള വേസ്റ്റിനെ അരിച്ചു പുറത്താക്കുന്നു. എന്നാൽ കിഡ്നി ഫെയിലിയർ ആകുമ്പോൾ ഈ വേസ്റ്റ് മുഴുവൻ ബ്ലഡിൽ അടിഞ്ഞുകൂടും. യൂറിയയുടെ അളവ് ബ്ലഡിൽ അപകടകരമായ രീതിയിൽ കൂടുന്ന ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് യുറീമിയ. ഇത് ശരീരത്തിലെ ഓരോ അവയവത്തെയും ബാധിച്ച് മരണത്തിന് വരെ കാരണമാകാം. അവിടെയാണ് നമ്മുടെ രക്ഷകനായി ഡയാലിസിസ് വരുന്നത്. ഇതൊരു ആർട്ടിഫിഷ്യൽ കിഡ്നി ഉപയോഗിച്ച് ബ്ലഡ് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സാണ്. ഇത് വർക്ക് ചെയ്യുന്നത് ഡിഫ്യൂഷൻ എന്ന സിമ്പിൾ പ്രിൻസിപ്പിൾ വെച്ചാണ്. ഒന്നുമില്ല, സങ്കൽപ്പിക്കുക, ഒരു മുറിയിൽ നിറയെ വേസ്റ്റും രക്തം, അടുത്ത മുറി കാലിയുമാണ്. ഡയാലിസിസ് ദ്രാവകം, രണ്ടിനുമിടയിൽ ചെറിയ ദ്വാരങ്ങളുള്ള ഒരു ഭിത്തിയുണ്ട്. സ്വാഭാവികമായും വേസ്റ്റ് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് ഒഴുകും, അല്ലേ? അതുപോലെ ബ്ലഡിലെ വേസ്റ്റ് ഡയാലിസിസ് മെഷീനിലെ ക്ലീൻ ദ്രാവകത്തിലേക്ക് മാറുന്നു. അങ്ങനെ ക്ലീനായ ബ്ലഡ് തിരികെ ശരീരത്തിലേക്ക് കയറ്റുന്നു. ശരി, അപ്പോൾ തിയറിയൊക്കെ നമ്മൾ സെറ്റാക്കി. നമ്മുടെ യൂറിയയുടെ യാത്രയും പൂർത്തിയായി. ഇനി നമ്മൾ പഠിച്ചത് തലയിലുണ്ടോന്ന് നോക്കണ്ടേ? പരീക്ഷയ്ക്ക് ഈ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. എല്ലാവരും ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, കിഡ്നിയുടെ ഘടനാപരവും ഘർമ്മപരവുമായ അടിസ്ഥാന ഘടകമേതാണ്? ഓപ്ഷൻസ്: എ ന്യൂറോൺ, ബി നെഫ്രോൺ, സി ആൽവിയോളായി, ഡി വില്ലി. ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി നെഫ്രോൺ ആണ്. നമ്മൾ എക്സാം അലോട്ടായി പഠിച്ചതാണ്. ബാക്കി ഓപ്ഷൻസ് എന്താ? ന്യൂറോൺ നെർവസ് സിസ്റ്റത്തിന്റെ യൂണിറ്റാണ്, ആൽവിയോലി ശ്വാസകോശത്തിലാണ്, വില്ലായി ചെറുകുടലിലും. അപ്പോ അതൊന്നും അല്ല. രണ്ടാമത്തെ ചോദ്യം, യൂറിന് മഞ്ഞ നിറം കൊടുക്കുന്നത് താഴെ പറയുന്നവയില് ഏതാണ്? ഓപ്ഷൻസ്: എ ബൈൽ, ബി ലിംഫ്, സി കൊളസ്ട്രോൾ, ഡി യൂറോക്രോം. ഉത്തരം ഓപ്ഷൻ ഡി യൂറോക്രോം ആണ്. ഇതും നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ എ ബൈലും മലത്തിനാണ് നിറം കൊടുക്കുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട. അടുത്ത ചോദ്യം, മനുഷ്യരിൽ നൈട്രജൻ അടങ്ങിയ വേസ്റ്റ് പ്രധാനമായും ഏത് രൂപത്തിലാണ് പുറന്തള്ളപ്പെടുന്നത്? ഓപ്ഷൻസ്: എ അമോണിയ, ബി യൂറിക് ആസിഡ്, സി യൂറിയ, ഡി അമിനോ ആസിഡ്സ്. ശരിയുത്തരം ഓപ്ഷൻ സി യൂറിയ, നമ്മുടെ കഥയിലെ വില്ലൻ. ഒരു എക്സ്ട്രാ പോയിന്റ് കൂടി ഓർത്തുവെച്ചോ. മീനുകൾ അമോണിയയും പക്ഷികൾ യൂറിക് ആസിഡുമാണ് പുറന്തള്ളുന്നത്. നാലാമത്തെ ചോദ്യം, ഡയാലിസിസ് ഏത് രോഗത്തിന്റെ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസ്: എ ഹൃദയത്തിന്റെ ബലഹീനത, ബി കിഡ്നി തകരാറ്, സി തലച്ചോറിലെ രോഗം, ഡി കരളിലെ അണുബാധ. ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, അല്ലേ? ഉത്തരം ഓപ്ഷൻ ബി കിഡ്നി തകരാറ് അഥവാ കിഡ്നി ഫെയിലിയർ. ഡയാലിസിസ് ഒരു കൃത്രിമ കിഡ്നിയാണെന്ന് നമ്മൾ പഠിച്ചതാണല്ലോ. അവസാനത്തെ ചോദ്യം, മനുഷ്യരിലെ കിഡ്നി സ്റ്റോണിൽ പ്രധാനമായും കാണപ്പെടുന്ന കെമിക്കൽ ഏതാണ്? ഓപ്ഷൻസ്: എ യൂറിയ, ബി കാൽഷ്യം കാർബണേറ്റ്, സി കാൽഷ്യം ഓക്സലേറ്റ്, ഡി കാൽഷ്യം സൾഫേറ്റ്. ശരിയുത്തരം ഓപ്ഷൻ സി കാൽസ്യം ഓക്സലേറ്റ്. ഇത് പരീക്ഷകളിൽ സ്ഥിരമായി വരുന്ന ഒരു ചോദ്യമാണ്. തീർച്ചയായും ഓർത്തുവെക്കണം. ഗ്രേറ്റ്. അപ്പോ ഒരു വിഷവസ്തുവിന്റെ, നമ്മുടെ യൂറിയയുടെ, രക്തത്തിൽ തുടങ്ങി കിഡ്നിയിലൂടെ കടന്നുപോയി മൂത്രമായി പുറത്തു പോകുന്നത് വരെയുള്ള ആ ഫുൾ ജേർണി നിങ്ങളിപ്പോൾ മാസ്റ്റർ ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം. ഈ കിഡ്നി പോലെ ഒരു സെക്കൻഡ് പോലും റെസ്റ്റ് എടുക്കാതെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ഏതൊക്കെ ഹിഡൻ ഫാക്ടറികളുണ്ടാവും? ഒന്നാലോചിച്ചു നോക്കൂട്ടോ. നമ്മുടെ ശരീരം ശരിക്കും ഒരു അത്ഭുത ലോകം തന്നെയാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ഒരു ലൈക്ക് തരണേ. നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. പിന്നെ ഇന്ന് പഠിച്ചതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഈ ചാപ്റ്ററിന്റെ ഒരു ക്വിസ് ഉണ്ട് കേട്ടോ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി, നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതുപോലെ യാത്ര ചെയ്യുമ്പോഴൊക്കെ കേട്ട് പഠിക്കാൻ പറ്റുന്ന ക്രിയേറ്റീവായ ഓഡിയോ ക്ലാസുകളും ടെലിഗ്രാമിൽ കിട്ടും. RRB JEE NTPC ഗ്രൂപ്പ് ഡി പോലുള്ള മറ്റു പരീക്ഷകൾക്കുള്ള ക്ലാസുകളും ഉടൻ തന്നെ വരും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.